നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇന്നൊരു പുതുയുഗ പിറവിയുടെ ദിവസമായിരുന്നു. 2 കാരണം കൊണ്ട്. T20I വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ നായകനെ പിന്നീടൊരു അവസരവും കൊടുക്കാതെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കി പുതിയ ക്യാപ്റ്റൻ അവരോധിച്ചിരിക്കുന്നു. ശ്രേയസ് അയ്യർ എറ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇവിടെ തുടങ്ങുകയാണ്. അതേസമയം വൈഭവ് സൂര്യവംശി 15 വയസ്സുകാരൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ദിവസം കൂടിയാണിന്ന്. അവൻ ഈ വരുന്ന സീരീസിൽ ഡെബ്യൂ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് അവൻ സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിക്കുകയും ചെയ്യും. അപ്പോൾ 3 സ്ക്വാഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചു. 3ലും വൈഭവ് സൂര്യവംശിയുണ്ട്. ശ്രേയസ് അയ്യർ തന്നെ ക്യാപ്റ്റൻ. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡ് നമുക്ക് വേറെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇംഗ്ലണ്ട് അയർലൻഡ് സീരീസിനായിട്ടുള്ള സ്ക്വാഡുകളാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കി വൈഭവ് സൂര്യവംശിയെ സ്ക്വാഡിലേക്ക് എടുത്തു. എന്തുകൊണ്ട് T20 വേൾഡ് കപ്പ് 2028 ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബിഗ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ, അടുത്ത 2 വർഷത്തിനുള്ളിൽ ടീമിനെ സെറ്റാക്കി എടുക്കണം. ലോങ് ടേമിലേക്ക് കാര്യങ്ങൾ കൃത്യമായി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനൊരു മാറ്റം നടത്തിയിരിക്കുന്നത്. T20 വേൾഡ് കപ്പ് മാത്രമല്ല, 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് ഉണ്ട്. ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് T20I ഫോർമാറ്റിൽ കളിക്കും. അപ്പോൾ അവിടെ സ്ട്രോങ് കണ്ടൻറ്റേഴ്സായിട്ട് ടീം ഇന്ത്യ ഉണ്ടാവണം ഗോൾഡ് മെഡലിന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ അതിനുള്ള പണി തുടങ്ങുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, തിലക് വർമ്മ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു. അതായത് അക്സർ പട്ടേലായിരുന്നല്ലോ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൻ്റെ വൈസ് ക്യാപ്റ്റൻ. അദ്ദേഹത്തെ മാറ്റി തിലക് വർമ്മ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ആഗ്രഹിച്ചൊരു കാര്യം, സഞ്ജു ക്യാപ്റ്റൻ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻസി എങ്കിലും അർഹിച്ചിരുന്നില്ലേ എന്നുള്ളതാണ്. അത് അദ്ദേഹം അർഹിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അജിത് അഗാർക്കർ ലീഡ് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി സഞ്ജുവിന് വൈസ് ക്യാപ്റ്റൻസി പോലും കൊടുക്കാതെ തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റൻ ആക്കുമ്പോൾ അതൊരു മെസ്സേജാണ്. സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഭാഗമാവാനുള്ള പ്രൊജക്റ്റിലില്ല എന്നതാണ്. ഇതിനിടയ്ക്ക് പുറത്തേക്ക് വന്നിരുന്ന വിവരങ്ങളനുസരിച്ച് ഗൗതം ഗംഭീറിന് സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അജിത് അഗാർക്കറും അതുപോലെ തന്നെ ടീമിൻ്റെ മറ്റ് സെലക്ഷൻ മെമ്പേഴ്സിൽ പലർക്കും സഞ്ജുവിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രേയസിനെ ക്യാപ്റ്റനാക്കുന്നത്. ശ്രേയസ് ആവട്ടെ നീണ്ടകാലത്തിന് ശേഷമാണ് T20I ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. ആ മടങ്ങിയെത്തലോ ക്യാപ്റ്റനായിട്ട് ആണ് താനും. അത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതായാലും വൈഭവ് സൂര്യവംശിയുടെ ഇൻക്ലൂഷൻ സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയുണ്ടാകും. എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡി, രവി ബിഷ്ണോയി, പ്രിൻസ് യാദവ് ഇവരെ കൂടി സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പുറത്തു പോയതോ റിങ്കു സിംഗും കുൽദീപ് യാദവുമാണ്. T20 വേൾഡ് കപ്പിന് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന റിങ്കുവും കുൽദീപും പുറത്താവുന്നു. എന്നാൽ ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ ഇവർക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ റിങ്കു ഒക്കെ തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഏതായാലും ഇത് അദ്ദേഹത്തിൻ്റെ T20I കരിയറിൻ്റെ അവസാനമൊന്നുമല്ല, തിരികെ വരും. കുൽദീപിൻ്റെ കാര്യത്തിലും ഓഫ് കോഴ്സ് അവരും തിരികെ സ്ക്വാഡിലേക്ക് വരും. ഇനി അയർലൻഡ് ആൻഡ് ഇംഗ്ലണ്ട് ടൂർ എന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കാര്യത്തിൽ തന്നെയാണ് നമുക്ക് സങ്കടം. 35 വയസ്സുള്ള താരം T20 വേൾഡ് കപ്പിൽ ടീം ഇന്ത്യയെ വളരെ മനോഹരമായിട്ട് നയിച്ചു, കിരീടത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഫോമാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി തെറിപ്പിച്ചതെന്ന് പറയേണ്ടി വരും. അല്ലാതെ ക്യാപ്റ്റൻ നിലയിൽ ഓസം റെക്കോർഡുണ്ട്. ചിലരെങ്കിലും പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടിയൊക്കെ അവസരം കൊടുക്കാമായിരുന്നു എന്ന്. കാരണം T20 വേൾഡ് കപ്പ് നേടിയ ഒരു ക്യാപ്റ്റനല്ലേ. പക്ഷേ മൂവ് ഓൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം 2028 T20 വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രായം 38 വയസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും ചർച്ചകളും തർക്കങ്ങളും വരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകൾ ഇപ്പോൾ വേൾഡ് കപ്പിൽ സ്കോർ ചെയ്ത് 242 റൺസായിരുന്നു. അതേ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 136.72. അതുപോലെ തന്നെ IPL പുവർ പെർഫോമൻസ് ആണ്. 270 റൺസ് അദ്ദേഹം 13 ഇന്നിങ്സുകളിൽ നിന്ന്, അറ്റ് ആൻ ആവറേജ് ഓഫ് 20.76 ആൻഡ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 147.54.
ഇതല്ല സൂര്യയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇതല്ല സൂര്യ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റിൽ കളിക്കുമ്പോഴുള്ള കണക്കും. സോ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഒഴിവാക്കി, സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കി. സോ ആദ്യം അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായത് സ്ക്വാഡിലാണ്. അതുകൊണ്ടാണ് പിന്നെ ക്യാപ്റ്റൻസി അങ്ങ് ഒഴിവാക്കി പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ സക്സസറായിട്ട് വരുന്ന ശ്രേയസോ 31 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 2023 ഡിസംബറിൽ കളിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരിക്കൽ പോലും T20I മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല. വാവ്. പിന്നെ സെൻട്രൽ കോൺട്രാക്റ്റൊക്കെ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുന്നത് ക്യാപ്റ്റനായിട്ടാണ്. അപ്പോൾ സൂര്യകുമാറും തിലകും മിഡിൽ ഓർഡർ പൊസിഷൻസ് പിടിച്ചപ്പോൾ ശ്രേയസ് അയ്യർക്ക് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ T20I ടീമിൽ നിന്ന് നഷ്ടമാവുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അദ്ദേഹം സ്ക്വാഡിലേക്ക് വരുന്നു. ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ്ലി അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ന്യൂസിലാൻഡിനെതിരെ ജനുവരിയിലുള്ള T20I സീരീസിൽ അദ്ദേഹത്തെ ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മറക്കുന്നില്ല. പക്ഷേ അദ്ദേഹം മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. T20I വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെ തന്നെ കളിപ്പിക്കാനാണെന്ന് തീരുമാനിച്ചത്. ശ്രേയസ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി കപ്പാസിറ്റിയൊക്കെ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള ആളാണ്. നമുക്കറിയാമല്ലോ, KKRനോടൊപ്പം IPL കിരീടം ചൂടി, അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിനോടൊപ്പവും PBKസിനോടൊപ്പവും ഒക്കെ അദ്ദേഹം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ 2025 IPLാണെങ്കിൽ അദ്ദേഹം 604 റൺസ് 175.07 സ്ട്രൈക്ക് റേറ്റ് കളിച്ചു. ഇപ്പോൾ ഈ IPL ആവട്ടെ 498 റൺസ് 168.81 സ്ട്രൈക്ക് റേറ്റിലും കളിച്ചു. സോ അദ്ദേഹം ബാറ്റിങ്ങിലും ഇപ്പോഴും ഫോമിലാണ്. ക്യാപ്റ്റൻസിയും അത്ര മോശമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കി വെക്കുന്നു. അജിത് അഗാർക്കർ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശ്രേയസ് അയ്യർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ വിലയിരുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഡിഫറൻറ്റ് ഫ്രാഞ്ചൈസികളെ ലീഡ് ചെയ്തുകൊണ്ടുള്ളത് മികച്ചത് തന്നെയാണ്. IPL ടൈറ്റിൽ വിജയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ളൊരു സ്റ്റാർട്ട് ഈ സീസൺ ലഭിക്കുകയുണ്ടായി. സോ ഒരു ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റിയലി ഗുഡായിരുന്നു. അതുപോലെ തന്നെ T20 വേൾഡ് കപ്പ് സ്ക്വാഡിന് തൊട്ടരികിലേക്ക് അദ്ദേഹം എത്തിയതാണ്. സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരി, അത് സൂര്യ അന്ന് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. സോ അന്ന് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ടീമിലൊരു ഇടമുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കിയതാണ്. ഇൻ മൈ ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡ് ഔട്ട് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിന് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഇത് അദ്ദേഹത്തിനൊരു ഡിഫറൻറ്റ് ചലഞ്ച് ആയിരിക്കും എന്നാണ് അജിത് അഗാർക്കർ വിശദീകരിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ തിലകിനെ നമ്മൾ പറഞ്ഞല്ലോ, സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ പോലും ആക്കിയില്ല, പിന്നെ തിലകിനെ എന്തുകൊണ്ട് വൈസ് ക്യാപ്റ്റനാക്കി എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനാണ്. ഭാവിയിൽ തിലക് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയേക്കും എന്നുള്ളത്. ഇപ്പോൾ സെലക്ടേഴ്സ് കഴിഞ്ഞ 8 മാസത്തിനിടക്ക് ചേഞ്ച് വരുത്തുന്ന 3ാമത്തെ വൈസ് ക്യാപ്റ്റനാണ്. ശുഭ്മൻ ഗില്ലായിരുന്നല്ലോ T20 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് വരെ T20I ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വന്നു. പിന്നെ അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റനാക്കി T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ. ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റനാക്കുന്നു. അപ്പോൾ അതിനും ഏതായാലും അജിത് അഗാർക്കർക്ക് ന്യായീകരണങ്ങളുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ശുഭ്മൻ ഗിൽ വാസ് വൈസ് ക്യാപ്റ്റൻ ലീഡിങ് ഇൻ ടു ദി T20 വേൾഡ് കപ്പ്. അപ്പോൾ 2 വിക്കറ്റ് കീപ്പേഴ്സിനെ ആ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ശുഭ്മൻ ഗില്ല് മിസ്ഡ് ഔട്ടായി. അപ്പോൾ നമ്മൾ അക്സറിനെ വൈസ് ക്യാപ്റ്റനാക്കി ഗില്ലിനെ മാറ്റിയിട്ട്. പക്ഷേ ഇപ്പോൾ ശ്രേയസ് വരുമ്പോൾ നമ്മൾ അടുത്ത 2 വർഷത്തേക്കുള്ളൊരു പുതിയ സൈക്കിളാണ് ഇവിടെ കാണുന്നത്. തിലക ഒന്നാമത് അദ്ദേഹം ടെറിഫിക് പ്ലെയറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ജോബ്, ക്യാപ്റ്റൻസി ജോബ് പഠിക്കാനുള്ളൊരു അവസരം എന്ന രൂപത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് നമ്മൾ വെക്കുന്നത്. അതായത് ഇറ്റ് ഗീവ്സ് ഹിം ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഓൺ ദി ജോബ് ആസ് വെൽ ഇൻ കേസ് ദി നീഡ് അറൈസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുന്നത്. എല്ലാം വൈഭവ് സൂര്യവംശിയുടെ കാര്യം കൂടി നമ്മൾ പറയണം. വൈഭവ് സൂര്യവംശിയെ സ്ക്വാഡിലേക്ക് എടുക്കുമ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ലേറ്റ് 1980s വന്നതിന് ശേഷം എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്ലെയറാണ് വൈഭവ് സൂര്യവംശി. 15 വയസ്സേ ഉള്ളൂ. 776 റൺസാണ് കഴിഞ്ഞ IPL അവൻ നേടിയത്. 237.3 സ്ട്രൈക്ക് റേറ്റിൽ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവനെ സ്ക്വാഡിലേക്ക് എടുക്കേണ്ടത്? പ്രായം പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമില്ല. അവൻ്റെ ഫോമിൻ്റെ പീക്കിലാണ് അവൻ ഇപ്പോഴുള്ളത്. അത് ഇന്ത്യൻ ടീം മുതലെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അയർലൻഡ് ആൻഡ് ഇംഗ്ലണ്ട് T20 സീരീസിലേക്ക് അവൻ വരുമ്പോൾ അതിനു മുമ്പ് അവന് ഇന്ത്യ എക്കൊപ്പം ട്രൈ സീരീസ് ശ്രീലങ്കയിൽ കളിക്കുന്നു. അത് ജൂൺ 9 മുതൽ ജൂൺ 21 വരെ.
അപ്പോൾ സൂര്യവംശി അയർലൻഡിനെതിരെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ ഡെബ്യൂ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും 16 വയസ്സ് തികയുന്നതിന് മുമ്പ് ഇന്ത്യൻ ടീമിന് വേണ്ടി ഡെബ്യൂ ചെയ്യുന്ന ആദ്യ താരമായിട്ട് അവൻ മാറും. ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് ഡെബ്യൂ ആദ്യമായിട്ട് ഇന്ത്യയിൽ കളിക്കുന്നത് അദ്ദേഹം ടെസ്റ്റ് മത്സരമാണ്. അന്ന് 16 വയസ്സും 205 ദിവസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ODI ഡെബ്യൂ നടത്തുമ്പോൾ 16 വയസ്സും 238 ദിവസവുമായിരുന്നു. അപ്പോൾ അതാണ് വൈഭവ് സൂര്യവംശി അയർലൻഡിനെതിരെയോ കളിക്കാൻ നല്ല സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെയോ ഡെബ്യൂ ചെയ്യുകയാണെങ്കിൽ അതൊരു പുത്തൻ റെക്കോർഡായിരിക്കും. ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിലേക്ക് അവൻ പോകും. പിന്നെ വാഷിങ്ടൺ സുന്ദറാണ് ഇന്ത്യാസ് യങ്ങസ്റ്റ് മെൻസ് T20 ഡെബ്യൂട്ടൻ്റ്. ആ കാര്യം നോക്കുക, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗ്യാപ്പ് കിട്ടുന്നത് 18 വയസ്സും 80 ദിവസവും പ്രായമുള്ളപ്പോഴാണ്. അപ്പോൾ അത് തിരുത്തി കുറിക്കാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നു. അത് മെൻസ് T20. ഇനി വിമൻസിൻ്റെ കൂടി നോക്കുകയാണെങ്കിൽ ഷെഫാലി വർമ്മയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഇന്ത്യക്ക് വേണ്ടി T20 കളിച്ചത്. അത് വിമൻസിനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർ അന്ന് ഡെബ്യൂ നടത്തുമ്പോൾ 15 വയസ്സും 239 ദിവസവുമായിരുന്നു അവരുടെ പ്രായം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും ഇന്ത്യ അയർലൻഡിൽ 2 T20 മത്സരങ്ങൾ ബെൽഫാസ്റ്റിൽ ജൂൺ 26-നും ജൂൺ 28-നുമായിട്ട് കളിക്കുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ ജൂലൈ 1 മുതൽ ജൂലൈ 11 വരെ 5 T20 മത്സരങ്ങളും കളിക്കും. ഇന്ന് നോക്കുക, വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറൽ, അദ്ദേഹം ഇന്ത്യ A ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഉണ്ടാകും. 4 മാച്ചസ് ശ്രീലങ്കയ്ക്കെതിരെ ജൂൺ ജൂലൈ മാസങ്ങളിൽ അദ്ദേഹം കളിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ജുറലിനെ പലപ്പോഴും ടെസ്റ്റ് ടീമിലേക്കാണ് ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയുള്ള സ്ക്വാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിക്കറ്റ് കീപ്പറായിട്ട് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, ഇതിനപ്പുറത്തേക്ക് പിന്നെ ജുറലിനെ പോലുള്ളൊരു താരത്തെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ടെസ്റ്റ് സ്ക്വാഡാണ് അദ്ദേഹത്തിന് കൂടുതൽ സാധ്യതയുള്ളത് എന്നുള്ളതിപ്പോൾ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ T20 സ്ക്വാഡ് ഇത് എടുക്കുമ്പോൾ ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ അപ്പോൾ ഇത് 16 അംഗ സ്ക്വാഡാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് രവി ബിഷ്ണോയിയെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസ് യാദവിന് ഒരവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം പ്ലേയിങ് അവസരം കിട്ടും എന്നുള്ളത് കണ്ടിരണം. ബാക്കിയൊക്കെ ഇപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, ബാക്കിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ക്വാഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം കൊടുത്തതാണ്, ജസ്പ്രീത് ബുംറയ്ക്കും വിശ്രമം കൊടുത്തതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു T20 സ്ക്വാഡ് നോക്കിയാൽ ഇതിങ്ങനെയാണ്: ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശിവൻ ദ്യൂബെ, തിലക് വർമ്മ വൈസ് ക്യാപ്റ്റൻ, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, വാഷിങ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, പ്രിൻസ് യാദവ്, വൈഭവ് സൂര്യവംശി. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മികച്ച സ്ക്വാഡും കൊണ്ട് തന്നെയാണ് യൂറോപ്പിലേക്ക് പോകുന്നത്. ടീം ഇന്ത്യ പൊളിച്ചെടുക്കട്ടെ. വൈഭവിന് അരങ്ങേറാനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അയർലൻഡിനെതിരെ ലഭിക്കുമെന്ന് തന്നെ കരുതാം. പിന്നെ സഞ്ജു സാംസൺ പൊളിച്ചെടുക്കട്ടെ. ചെറിയൊരു നിരാശയുള്ളത് സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനെങ്കിലും അക്കാവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എഴുതാം.